ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുതിയൊരു വ്ളോഗിലേക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിങ്ങോ ഇതൊന്നും ആയിട്ടല്ല കേട്ടോ. ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഡെയിലി റൊട്ടീനുള്ള ഒരു വീഡിയോസ് ആയിരിക്കും. ഇനി മുതൽ വരുന്ന ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത്രയും ദിവസവും ഇത്രയും നേരം എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു ലെവലിൽ എത്താൻ നിങ്ങളെ ആണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. ഇനി മുമ്പോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നു, സപ്പോർട്ട് ചെയ്യണം. തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി പറയുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ ഇതാക്കുന്നില്ല. അപ്പോൾ നിങ്ങളെ ഒരു സസ്പെൻസ് പറയാം. ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ പോയി സ്കാൻ ചെയ്തു. നിങ്ങൾക്കൊക്കെ എൻ്റെ കാര്യങ്ങളൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, ചിലവർക്ക് അറിയാൻ പറ്റും. എൻ്റെ ഒരു 8-9 മാസത്തിന് മുമ്പ് എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞിനിങ്ങനെ ഒരു ആക്സിഡൻ്റ് രീതിയിലൊരു മരണപ്പെട്ടു. 1.5 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ദുഃഖത്തിലും വിഷമത്തിലും ആണെങ്കിലും ആ ഒരു മൈൻഡ് ചേഞ്ച് ആവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ബ്ലോഗും കാര്യങ്ങളുമായിട്ട്. ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ്, അങ്ങനെ ആയിരുന്നു. ഞങ്ങൾക്കൊരു ജോലിക്ക് പോകാനോ ജോലി ചെയ്ത് ജീവിക്കാനോ ഒന്നിനും കഴിയാത്തൊരു അവസ്ഥയാണ്. എനിക്കാണെങ്കിലും ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഹസ്ബൻഡിനാണെങ്കിലും അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യൻ്റാണ് ആള്. ഞങ്ങൾക്കൊരു കടയുണ്ട്. അപ്പോൾ ആ കടയിൽ നിന്നാണ് ഞങ്ങളുടെ വരുമാനവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കൂടി പോകുന്നത്. ആകെ ഒരു ബുദ്ധിമുട്ടിലൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ യൂട്യൂബ് ഫാമിലിയിലെ ഉള്ള ആരോടും ഞാൻ ഇന്നവരെ ഷെയർ ചെയ്തിട്ടില്ല. എപ്പോഴും എൻ്റെ ചിരിച്ച മുഖത്തോടുകൂടെ ഫണ്ണി ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വീണ്ടും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. മാക്സിമം ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്നുമല്ല പറയുന്നത്. ഇന്നലെ പോയി സ്കാനിങ് ചെയ്തു. ദൈവം ഞങ്ങൾക്കത് സഹായിച്ചു തന്നു. ഞങ്ങൾക്കൊരു വീണ്ടും ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു. ആരോഗ്യമുള്ള ഒരു കുട്ടിയായി ഉണ്ടാകാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ 2 വരെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പോസിറ്റീവാണ്, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇനി മുതൽ വീഡിയോസൊക്കെ കുറച്ച് ഡിലേ ആയിട്ട് വരും. എന്നാലും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പം എത്രത്തോളം എന്താ വെച്ചാൽ എനിക്ക് ഇനി മുതൽ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി എനിക്ക് മടിയുള്ള ആളാണ്. അപ്പം ഈ ഒരു പ്രഗ്നൻസിയുടെ ഒരു പീരീഡും കൂടെ ആകുമ്പോൾ നമുക്ക് മടി കൂടത്തേ ഉള്ളൂ, ക്ഷീണം കൂടത്തേ ഉള്ളൂ. അപ്പോൾ തുടർന്ന് വീഡിയോകളൊക്കെ ഇങ്ങനെ ഫാമിലി ബ്ലോഗ് പോലെയും അല്ലാതെയൊക്കെ കുക്കിങ്ങിൻ്റെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഫാമിലി ബ്ലോഗ് പോലെ ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പൂർണ്ണ സപ്പോർട്ട് തരണം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിനും വീണ്ടും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് വലുതായിട്ട് വർത്താനം പറയാനൊന്നും അറിയത്തില്ല, ജസ്റ്റ് ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഹസ്ബൻഡിൻ്റെ കണ്ടീഷൻ ഇച്ചിരി മോശമാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് പുള്ളിക്കാണെങ്കിലും ക്യാമറയുടെ മുമ്പിൽ അങ്ങനെ വരാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റാതിരിക്കുന്നത്. അങ്ങനെയൊക്കെ പോകുന്നു ഞങ്ങളുടെ ലൈഫ്. അപ്പം വീണ്ടും നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം താങ്ക് യു.